അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ പുതിയ ബുക്ക്, ഈ വർഷം ഇറങ്ങിയ പുതിയ ബുക്കിൻ്റെ ഫിഖ്ഹിലെ 2ാമത്തെ പാഠം മസ്ഹുൽ ഖുഫൈൻ, ഖുഫ് തടവുന്നതിനെ പറ്റിയുള്ള പാഠാണ്. കാലിൽ ധരിക്കുന്നതും നടക്കാൻ സൗകര്യമുള്ളതും ഉള്ളിലേക്ക് വെള്ളം ചേരാത്തതും കണങ്കാലിലേക്ക് കയറി നിൽക്കുന്നതുമാണ് ഖുഫ്. യാത്രക്കാരനും നാട്ടിൽ താമസിക്കുന്നവനും വുദൂഇൽ കാൽ കഴുകുന്നതിനു പകരം ഖുഫ് തടവൽ ജായിസാണ്, അനുവദനീയമാണ്. യാത്രക്കാരൻ 3 ദിവസവും നാട്ടിൽ താമസിക്കുന്നവന് 1 ദിവസവുമാണ് തടവുന്നതിൻ്റെ കാലപരിധി. ഖുഫ് ധരിച്ചതിന് ശേഷം അശുദ്ധി ഉണ്ടായതു മുതലാണ് അതിൻ്റെ സമയം ആരംഭിക്കുക. ഖുഫ് തടവുന്നതിന് നിബന്ധനകളുണ്ട്. 1. പൂർണ്ണ ശുദ്ധിയോടുകൂടെ ധരിക്കുക. 2. കഴുകൽ ഫർളായ ഭാഗം പൂർണ്ണമായും മറയുന്നതാവുക. 3. ഖുഫ് നജസിൽ നിന്ന് ശുദ്ധിയുള്ളതാവുക. 4. ഉള്ളിലേക്ക് വെള്ളം ചേരാത്തതാവുക. അതിനാൽ ഖുഫുകൾക്ക് പകരം സോക്സ് പരിഗണിക്കപ്പെടുകയില്ല. 5. ധരിച്ച് നടക്കാൻ കഴിയുന്നതാവുക. ഈ 5 കാര്യങ്ങളാണ് ഖുഫയുടെ ഷർത്തുകൾ. വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കുമ്പോൾ ഖുഫ് അഴിച്ച് പൂർണ്ണ ശുദ്ധി വരുത്തണം. അതിനുശേഷമേ ഖുഫ് തടവാൻ പാടുള്ളൂ. സഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ യാത്രയിലായിരിക്കുമ്പോൾ ജനാബത്ത് ഉണ്ടായാൽ അല്ലാത്ത 3 പകലും 3 രാത്രിയും ഖുഫകൾ അഴിക്കേണ്ടതില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു. മലമൂത്ര വിസർജനം, ഉറക്കം എന്നിവയ്ക്ക് അഴിക്കേണ്ടതില്ല. ഖുഫുകൾ ശ്രദ്ധയോടെ ധരിച്ച ശേഷം വുദൂ എടുക്കുമ്പോൾ കാൽ കഴുകുന്നതിനു പകരം അതിന്മേൽ തടവിയാൽ മതി. കൈകളിൽ വെള്ളം നനച്ച ശേഷം വലത് കൈകൊണ്ട് വലത് ഖുഫും ഇടത് കൈകൊണ്ട് ഇടത് ഖുഫും വിരലുകൾ തൊട്ട് കണങ്കാൽ വരെ തടവണം. ഖുഫുകളുടെ മുകളിലാണ് തടവേണ്ടത്. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദൂ ചെയ്തു. തൻ്റെ വലത് ഖുഫയുടെ മേലും ഇടതു കൈ ഇടതു ഖുഫയുടെ മേലും വെച്ചു. ശേഷം അവയുടെ മുകൾ ഭാഗം 1 പ്രാവശ്യം തടവി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ കാന ദീനു ബിർറഈ ലകാന ബാത്തിനുൽ ഖുഫി ഔലാ ലിൽ മസ്ഹി മിൻ ളാഹിരിഹി ലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ ളാഹിരി ഖുഫൈഹി. യുക്തി അനുസരിച്ച് ചെയ്യാനുള്ളതായിരുന്നു മതമെങ്കിൽ ഖുഫയുടെ അടിഭാഗമായിരുന്നു മുകൾ ഭാഗത്തേക്കാൾ തടവാൻ അർഹതപ്പെട്ടത്. എന്നാൽ അല്ലാഹു തആലയുടെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഇരു ഖുഫകളുടെയും മുകൾ ഭാഗം തടവുന്നതായാണ് ഞാൻ കണ്ടത്. ഖുഫയുടെ മുകളിൽ കാൽവിരലുകളുടെ ഭാഗത്തു നിന്ന് കണങ്കാലിലേക്ക് വലത് കൈ വിരലുകൾ കൊണ്ടും ഖുഫയുടെ അടിയിൽ മടമ്പിൻ്റെ ഭാഗത്തു നിന്ന് വിരലുകളിലേക്ക് ഇടതു കൈ വിരലുകൾ കൊണ്ടും വെള്ളം നനച്ച് ഒരേ സമയം തടവലാണ് അതിൻ്റെ പൂർണ്ണ രൂപം. ഈ പാഠത്തിൻ്റെ തദ്രീബാത്തൊന്ന് പരിശോധിക്കാം, വർക്കുകളൊന്ന് പരിശോധിക്കാം. വർക്ക് 1, 1ാമത്തെ വർക്ക്, ശരിയുത്തരം അടയാളപ്പെടുത്തുക. 1. യാത്രക്കാരന് ഖുഫ തടവൽ അനുവദനീയമാണ്. 1 ദിവസം, 2 ദിവസം, 3 ദിവസം. 3 ദിവസമാണ് ശരിയുത്തരം. 2. ഖുഫ് തടവുന്നതിന് നിബന്ധനയാണ്. ഖുഫ് തടവുന്നതിന് നിബന്ധനയാണ്. ഖുഫ് വിരലുകൾ മറയുന്നതാവുക, ഖുഫ് കാൽപാദം മറയുന്നതാവുക, ഖുഫ് ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതാവുക. ഖുഫ് ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതാവുക എന്നതാണ് ശരിയുത്തരം. 3. കാൽ കഴുകുന്നതിനു പകരം ഖുഫ് തടവിയാൽ മതി. 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം. 1 പ്രാവശ്യമാണ് ശരിയുത്തരം. 4. വലതുകാലിൽ ഖുഫ് തടവണം.
4 വലതുകാലിലെ ഹുപ്പ് തടവണം. വലതു കൈകൊണ്ട്, ഇടതു കൈകൊണ്ട്, 2 കൈകൊണ്ടും. വലതു കൈകൊണ്ട് എന്നതാണ് ശരി ഉത്തരം. രണ്ടാമത്തവർക്ക് നുജീബ് ഉത്തരമെഴുതാം. 1. എന്താണ് ഹുഫ്? കാലിൽ ധരിക്കുന്നതും നടക്കാൻ സൗകര്യമുള്ളതും ഉള്ളിലേക്ക് വെള്ളം ചേരാത്തതും കണങ്കാലിലേക്ക് കയറി നിൽക്കുന്നതുമാണ് ഹുഫ്. 2. ഹുഫ് തടവൽ ജായിസാണ്. ആർക്ക്? എന്തിനു പകരം? യാത്രക്കാരനും നാട്ടിൽ താമസിക്കുന്നവനും വുളൂഇൽ കാൽ കഴുകുന്നതിനു പകരം. 3. ഹുഫ് തടവുന്നതിൻ്റെ സമയം ആരംഭിക്കുന്നത് എപ്പോൾ? ഹുഫ് ധരിച്ചതിന് ശേഷം അശുദ്ധി ഉണ്ടായതു മുതൽ. 4. ഹുഫ് തടവേണ്ട ചുരുങ്ങിയ രൂപം വിശദീകരിക്കുക. ഹുഫുകൾ ശുദ്ധിയോടെ ധരിച്ചതിന് ശേഷം വുളൂ എടുക്കുമ്പോൾ കാൽ കഴുകുന്നതിനു പകരം അതിന്മേൽ തടവിയാൽ മതി. 5. ഹുഫ് തടവേണ്ട പൂർണ്ണ രൂപം വിശദീകരിക്കുക. ഹുഫയുടെ മുകളിൽ കാൽ വിരലുകളുടെ ഭാഗത്ത് നിന്ന് വലതു കാൽ കണങ്കാലിലേക്ക് വലതു കൈ വിരലുകൾ കൊണ്ടും ഹുഫയുടെ അടിയിൽ മടമ്പിൻ്റെ ഭാഗത്തു നിന്ന് വിരലുകളിലേക്ക് ഇടതു കൈ വിരലുകൾ കൊണ്ടും വെള്ളം നനച്ച് ഒരേ സമയം തടവലാണ് പൂർണ്ണ രൂപം. മൂന്നാമത്തവർക്ക് നുബയ്യിനു വിശദീകരിക്കുക. 1. ഹുഫ തടവുന്നതിനെ കുറിച്ച് സഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ഞങ്ങൾ യാത്രയിലായിരിക്കുമ്പോൾ ജനാബത്ത് ഉണ്ടായാലല്ലാത്ത 3 പകലും രാത്രിയും ഹുഫകൾ അയക്കേണ്ടതില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു. മലമൂത്ര വിസർജനം, ഉറക്കം എന്നിവയ്ക്ക് അയക്കേണ്ടതില്ല. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുഫ് തടവിയതിനെക്കുറിച്ച് മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ ചെയ്ത് തൻ്റെ വലതു കൈ വലതു ഹുഫയുടെ മേലിലും ഇടതു കൈ ഇടതു ഹുഫയുടെ മേലിലും വെച്ചു. ശേഷം അവയുടെ മുകൾ ഭാഗം 1 പ്രാവശ്യം തടവി. 3. ഹുഫ തടവുന്നതിനെക്കുറിച്ച് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? യുക്തി അനുസരിച്ച് ചെയ്യാനുള്ളതായിരുന്നു മതമെങ്കിൽ ഹുഫയുടെ അടിഭാഗമായിരുന്നു മുകൾ ഭാഗത്തേക്കാൾ തടവാൻ അർഹതപ്പെട്ടത്. എന്നാൽ അല്ലാഹു തആലയുടെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരു ഹുഫകളുടെയും മുകൾ ഭാഗം തടവുന്നതാണ് ഞാൻ കണ്ടത്. തഖ്സീസ്. രണ്ടാമത്തത് വുളൂഇന്റെ ഫർളുകൾ എഴുതുക. 1. നിയ്യത്ത്. 2. മുഖം കഴുകുക. 3. 2 കൈ മുട്ടോടുകൂടി കഴുകുക. 4. തല അല്പം തടവുക. 5. കാൽ ഞെരിയാണി വരെ കഴുകുക. 6. തർത്തീബ് ക്രമപ്രകാരമാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.